നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഇന്നത്തെ ഉച്ചപൂജയുടെ അലങ്കാരം ഒന്ന് പ്രവചിച്ചു നോക്കാം കേട്ടോ. ആദ്യം ഇന്നലത്തെ അലങ്കാരം പറയാം. ഇന്നലെ ഭഗവാനെ മുട്ടുകുത്തി നിൽക്കുന്ന രീതിയിലായിരുന്നു അലങ്കാരം ചാർത്തിയിട്ടുണ്ടായിരുന്നത്. ഭഗവാന്റെ ഒരു കയ്യിൽ വെണ്ണ ഉരുളയും പിടിച്ചിട്ടുണ്ട്, മറ്റേ കയ്യിൽ ഓടക്കുഴലും കൂടെ പിടിച്ചിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. അപ്പം മുട്ടുകുത്തിയിട്ട് നിൽക്കുന്നു എന്ന് ആർക്കും പറയാനായിട്ട് സാധിച്ചില്ല. പക്ഷെ വെണ്ണയും ഓടക്കുഴലും ഭഗവാന്റെ കയ്യിലുണ്ടെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും ആദ്യം പറഞ്ഞിരിക്കുന്നത് സുശീല ദേവി എന്നുള്ള ഭക്തയാണ് കേട്ടോ. അപ്പോൾ സുശീല ചേച്ചിയുടെ അടുത്തും പിന്നെ വെണ്ണയും ഓടക്കുഴലും പറഞ്ഞ എല്ലാവരുടെ അടുത്തും ഒരുപാട് സന്തോഷം അറിയിക്കുകയാണ്. അതായിരുന്നു ഇന്നലത്തെ അലങ്കാരമായിട്ട് ചാർത്തിയിട്ടുണ്ടായിരുന്നത്. മുട്ടുകുത്തി നിൽക്കുന്ന, കയ്യിൽ വെണ്ണയും ഓടക്കുഴലും പിടിച്ച് നിൽക്കുന്ന കണ്ണനായിട്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്നലെ അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ദിവസം തന്നെയായിരുന്നു. ഇന്നലെ വൈകിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പം മിനിഞ്ഞാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചൊവ്വാഴ്ചത്തെ പോലെ തിരക്ക് കുറഞ്ഞൊരു ദിവസമായിട്ടായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് സോപാനന്തൊഴിലൊക്കെ ഉണ്ടായിരുന്നു എന്നും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് കണ്ടിട്ട് പലരും പറഞ്ഞു കേട്ടോ, ഞങ്ങൾക്ക് ഇനി എന്ന് വന്നാലാണാവോ സോപാനന്തൊഴിലൊക്കെ കിട്ടുക എന്നുള്ളത്. പക്ഷെ അതൊന്നും നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാനായിട്ടൊന്നും സാധിക്കില്ല. ഗുരുവായൂരപ്പൻ്റെ കാര്യങ്ങളല്ലേ, തിരക്കുണ്ടാകണമെന്നും തിരക്കുണ്ടാകരുതെന്നൊക്കെ ഭഗവാന്റെ തീരുമാനങ്ങളാണ്. അപ്പം തിരക്കില്ലാത്ത സമയത്താണ് സോപാനന്തൊഴിലൊക്കെ കിട്ടുക കേട്ടോ. കാരണം ഇന്നലെ നോക്കൂ, ഇന്നലെ വൈകിട്ട് അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ദിവസമായിരുന്നു. ഇന്ന് രാവിലെ അതെ വിഷ്ണുവിൻ്റെ പ്രഭാത വിശേഷങ്ങളൊക്കെ കാണുന്നവർ കേൾക്കുന്നവർക്ക് അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൽ തിരക്ക് കുറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ കണ്ണനെ കാണാനായിട്ട് എല്ലാവരും ഓടി വരുന്നുണ്ട്. അങ്ങനെയാണ് ഇന്നലെ വൈകിട്ട് തിരക്കൊക്കെ കൂടുതലുണ്ടായിരുന്നത്. പിന്നെ ഇന്നലത്തെ വേറൊരു സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കുറേ പേരെ കാണാനായിട്ട് സാധിച്ചു കേട്ടോ. ഒരു 50 പേരുള്ള ഗ്രൂപ്പൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തൊഴുത് ഭഗവതിക്കെട്ടിലൂടെ പുറത്തിറങ്ങിയ സമയത്ത് അവരവിടെ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഓടി വന്ന് സംസാരിച്ചു. നല്ല സന്തോഷത്തോട് കൂടിയിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കാണാറുണ്ട്, ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷവും തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു ദിവസം തന്നെയായിരുന്നു ഇന്നലെ. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ അലങ്കാരം എന്താണെന്നൊന്ന് പ്രവചിക്കാം. ഇന്ന് മെയ് മാസം 6-ാം തീയതിയാണ്, ബുധനാഴ്ചയാണ്. ഇന്ന് ഉച്ചപൂജ കഴിഞ്ഞിട്ട് നട തുറക്കുന്ന സമയത്ത് നമ്മുടെ ഗുരുവായൂരപ്പൻ ഏത് രൂപത്തിലായിരിക്കും, ഏത് ഭാവത്തിലായിരിക്കും നമുക്ക് എല്ലാവർക്കും ദർശനം നൽകുക എന്നുള്ളത് ഇപ്പോൾ തന്നെ ഈ വീഡിയോയ്ക്ക് ചുവടെയായിട്ട് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ.